മൈദ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്കടിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. കുറച്ച് മൈദ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഉരുളൻകിഴങ്ങാണേ വേണ്ടത്. 1 കിലോ മൈദ കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് ഇതേപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുന്നവർ ഫോളോ ചെയ്യാനും മറന്നു പോകരുത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഉരുളൻകിഴങ്ങ് ഇവിടെ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കാൻ വെക്കാം. 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർത്തിനോട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആയതിന് ശേഷം ഞാൻ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിന്. അപ്പോൾ അതും ഒരു 2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിനു. ബട്ടർ ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ബട്ടർ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉരുളൻകിഴങ്ങ് നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നു കേട്ടോ. നേരത്തെ എടുത്ത് വെച്ച മൈദേൻ്റെ അകത്തേക്ക് ഞാൻ കസൂരി മേത്തി അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ ഒരു കൂട്ടില്ല അതും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. പിന്നെ കസൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കസൂരി മേത്തി ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കുക. ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന് കേട്ടോ, കാണിക്കാൻ വിട്ടുപോയതാണ്. കൈ വെച്ചിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരെ ഉടച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ കൈ വെച്ചിട്ട് നമ്മൾ പൊറാട്ടൊക്കെ കുഴക്കുന്നില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. അപ്പം ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ, കുഴപ്പമില്ല. കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്നും കൂടി നല്ലോണം തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. കയ്യിൽ ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല, നമ്മൾ കുഴക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഓയിലും കൂടി ആക്കി കൊടുത്ത് ഒന്നും കൂടി നല്ലോണം പ്രസ് ചെയ്ത് തന്നെ കുഴക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഓയിലാക്കിയിട്ട് നമുക്കിതൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ തന്നെ പൊങ്ങിക്കൂട്ടി ചൂട് സമയമൊക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഇതാ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലുണ്ടെങ്കിൽ കളയണം കേട്ടോ. എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ, കുഴപ്പമൊന്നുമില്ല, വെള്ളം വറ്റിക്കോളൂ. നല്ലോണം തന്നെ ഇളക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ, കുഴപ്പമില്ല. അപ്പം നല്ലോണം തന്നെ വെന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പകുതി വേവായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുങ്ങനൊന്ന് മൊരിയിച്ചെടുക്കണം. അധികം നേരം ഒരു കല്ല് പോലെ ഒന്നായി പോകണ്ട, ചെറുങ്ങനൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതിയാവും. അപ്പം വെളിച്ചെണ്ണ പോരെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ്. ഇത് നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഗരം മസാല പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗരം മസാല പൊടി ആർക്കും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിൾ മസാലക്കറി അതുപോലെ തന്നെ മസാല മുട്ടക്കറിയൊക്കെ വെക്കുകയല്ല, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഒരു ഫ്ലേവറുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ആർക്കും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോ. നമ്മൾ ഇതിൽ ഗരം മസാല പൊടി കിട്ടിയില്ല എന്നും പറഞ്ഞിട്ടുള്ള കമൻറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനം തീർന്നു പോയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ വിളിക്കാണ്ടായിപ്പോയി. നമ്മൾ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, അപ്പോൾ നമ്മൾ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു ചിക്കൻ നല്ലോണം തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് 2 ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഞാൻ പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ചതുക്കിയതാണ് ഇട്ട് കൊടുത്തത്. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവ് കൂടുതൽ വേണമെങ്കിൽ നല്ലോണം തന്നെ വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ കയ്യിലുണ്ടെങ്കിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ കയ്യിലുണ്ട്, അതുകൊണ്ട് കസൂരി മേത്തിയും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ വാട്ടിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കി ഇതേപോലെ. അപ്പോൾ ഇതാ നമ്മളെ മാവ് ഇവിടെ നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കൈവച്ചിട്ട് കുഴച്ചിട്ട് നമുക്ക് കട്ടിംഗ് ബോർഡിൽ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പരത്താനൊക്കെ ഉപയോഗിക്കാൻ പറ്റൂട്ടോ. ഈ ഒരു കട്ടിംഗ് ബോർഡ് പരത്താനും അതുപോലെ തന്നെ കട്ട് ചെയ്യാനൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറേശ്ശെ മാവ് ഞാൻ ഇതേപോലെ കൈവച്ചിട്ട് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നടുവിലായിട്ട് നമുക്ക് ആ ഒരു മാവ് വെച്ചിട്ട് ഒന്നായിട്ട് കൂട്ടിയിട്ട് നമ്മളിപ്പോൾ ബോൾ പോലെ ആക്കുന്നില്ല അതുപോലെ ആക്കിയെടുക്കാം. ഇപ്പം ബന്ന് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നല്ലോണം തന്നെ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിതിപ്പോൾ ഓവൻ്റെ അകത്താണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആവിച്ചമ്പിൽ പുഴുങ്ങിയെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ആവിച്ചമ്പിൽ പുഴുങ്ങുന്നതിനേക്കാട്ടും നല്ലത് കുറച്ച് ഓയിലാക്കിയിട്ട് നമ്മളിപ്പോൾ ഫ്രൈ പാനിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഓയിൽ തീരെ വേണ്ടാത്തവർക്ക് ഇത് ആവിച്ചമ്പിൽ പുഴുങ്ങിയെടുക്കട്ടോ, അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഇതാ ഓരോന്ന് ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം മസാല ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പൊങ്ങാനുള്ളൊരു ടൈം മാത്രമാണുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ. ഇപ്പോൾ പുലർച്ചെ രാവിലെ ചെയ്യേണ്ടി വരാന്ന് വെച്ചാൽ രാവിലെ പുലർച്ചെ തന്നെ മാവ് കുഴച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇത് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഓവൻ്റെ അകത്തേക്കാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചതിന് കേട്ടോ. അപ്പോൾ എനിക്ക് തീരെ ടൈമില്ല, ഉണ്ടായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഓവൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവൻ്റെ അകത്തേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റാക്കിയിട്ട് ഇതേപോലെ മുകൾ ഭാഗത്തായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇങ്ങനെ വിചാരിച്ചില്ല നാളെ വെച്ച് ഇപ്പം പാകമാക്കിയല്ലോ എനിക്ക് അതാ അതിൻ്റെ എത്ര അപ്പോൾ രാത്രിയാണ് ഞാൻ ഇത് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി മോള് വന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് ചെറുങ്ങനെ. അപ്പോൾ ഇതാ നമ്മളെ ബന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ രാവിലെ ആയാലും രാത്രി ആയാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ.